അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ തലശ്ശേരി ഏരിയയിലൊക്കെ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാറുള്ള നല്ലൊരു കിടിലൻ പുഡിംഗ് ആണ്. ഇതൊരു 3 ലെയർ പുഡിംഗ് കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് മുട്ടപ്പോള പുഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് 3 ലെയർ ആയിട്ടാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കുന്നത്. ഫസ്റ്റ് ലെയർ മുട്ടപ്പോള വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മുട്ടപ്പോള ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നെക്സ്റ്റ് ലെയറിനായിട്ട് ക്യാരറ്റാണ് വേണ്ടത്. ഞാനിവിടെ 4 വലിയ സൈസ് ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യത്തിന് ഏകദേശം ഞാൻ ഇവിടെ 1.5 ഗ്ലാസ്സോളം പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഇവിടെ ഒരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഗീ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ ഒരു മൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാവുന്നത് വരെ ചെയ്യുക. ഇനിയും നമ്മൾ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. അടുത്ത ലെയറിനായിട്ട് ഒരു കസ്റ്റാർഡ് ലെയറാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ കസ്റ്റാർഡ് ലെയറിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്, ഫുൾ ഫാറ്റ് മിൽക്ക്. പിന്നെ നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂണ് പാലും, ഒരു 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും. കസ്റ്റാർഡ് പൗഡർ വാനിലയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു എടുത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തിട്ട് ഇത് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമുക്ക് പാലിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കസ്റ്റാർഡ് മിക്സ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കസ്റ്റാർഡിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറിയിട്ട് ഒന്ന് കുക്കായി വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ നല്ല കട്ടിയുള്ള പാൻ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും പെട്ടെന്ന് കസ്റ്റാർഡിൻ്റെ മിക്സ്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് താല്പര്യമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ടും ചെയ്യാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊന്ന് കുറുകി വരും. അതിനുശേഷം ഇത് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇതും ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടപ്പോള ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കണ്ടില്ല, അധികം കനമില്ലാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ളതാണ്, അതാണ് സ്ക്വയർ ഷേപ്പിൽ ചെയ്താൽ നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയിൽ കട്ട് ചെയ്താൽ. പക്ഷേ കുഴപ്പമില്ല, നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്തൊന്നും മനസ്സിലാവില്ല. ഇനി ഇത് നമുക്കൊരു പുഡിംഗ് ട്രേയിലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഹൽവയും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാം. ഫസ്റ്റിൽ നമ്മൾ മുട്ടപ്പോളയുടെ ഈ ഒരു ലെയറാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മുട്ടപ്പോളയുടെ പകരം നിങ്ങൾക്ക് വാനിലയുടെ സ്പഞ്ച് കേക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് കേക്ക് സ്ലൈസസ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മുട്ടപ്പോള വെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ ഒരു മുട്ടപ്പോള എന്ന് പറയുന്നത് മുട്ടക്കുംസ് എന്നൊക്കെയാണ് ചിലർ പറയുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക, ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കുറച്ച് ഷുഗർ സിറപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഞാൻ കാരമലൈസ്ഡ് നട്ട്സ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നു. അപ്പോൾ ഇത് ഇല്ലാത്തവർ ഞാൻ മുന്നേ ഒരുപാട് റെസിപ്പിയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതുണ്ടാക്കുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. കുറച്ച് നട്ട്സ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് പഞ്ചസാര കരച്ചിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഡെസേർട്ടിലൊക്കെ ഇതൊരു ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പം ഞാനിത് ഈ ഒരു ലെയറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെയറിന് പകരം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് നമ്മൾ നെക്സ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അതായത് ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ മുകളിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മളിത് കഴിക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് മെൽട്ടായിട്ടാണ് ആ ഒരു ക്രഞ്ചിനെസ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ മുകളിലായിട്ട് നിങ്ങൾ കാരമലൈസ്ഡ് നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി.
ഇനി അടുത്തതായിട്ട് നമുക്ക് തേർഡ് ലെയറായിട്ടും ഈ ഒരു കേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്ര ലെയർ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ലെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് മുട്ടപ്പോള എല്ലാം കൂടി ഒരുപാട് മെനക്കെടല്ലേ എന്ന് വിചാരിക്കുന്നവർക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് കേക്ക് സ്ലൈസസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത കസ്റ്റാർഡ് മിക്സിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു ലെയർ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് പകരം ഇങ്ങനെ സൈഡ്സിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ആ ഒരു ലെയറാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ 4 ലെയറായിട്ടുള്ളൊരു പുഡിംഗ് ആയിരിക്കും, കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ചിലർ അങ്ങനെയും ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലും കുറച്ച് കാരമലൈസ്ഡ് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷനായിട്ട് കുറച്ച് ചെറീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും മൂന്നും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുത്താം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ ഇതുപോലെ ഒരു ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്